ഇന്ത്യയിൽ പഠിക്കാൻ പോകുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തികം വലിയ വെല്ലുവിളിയായി ഇപ്പോഴും തുടരുകയാണ്. പണപ്പെരുപ്പവും സാമ്പത്തിക അനിശ്ചിതത്വവും കാരണം വാടക, പലവ്യഞ്ജനങ്ങൾ, വൈദ്യുതി ബില്ലുകൾ എന്നിവ വർദ്ധിച്ചു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. 2025-26 അധ്യയന വർഷത്തിൽ ട്യൂഷൻ ഫീസും താമസ ചെലവും വീണ്ടും വർദ്ധിച്ചുവെങ്കിലും കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർധനവ് കുറവാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്ലൈ ബോർഡിന്റെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് വിദേശ ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള ശരാശരി ട്യൂഷൻ ഫീസ് ഏകദേശം 37,13,850 രൂപയായി ഉയർന്നു. ഇത് 2024-25 അപേക്ഷിച്ച് 4% വർധനവാണ്. 2021-22 ശേഷവും ഇത് ഏറ്റവും കുറഞ്ഞ വാർഷിക വർധനവാണ്. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് 3% വർധനവുണ്ടായി. അവരുടെ ട്യൂഷൻ ഫീസ് ശരാശരി 15,24,201 രൂപയാണ്. ഇത് ബിരുദ വിദ്യാർത്ഥികളുടെ ട്യൂഷൻ ഫീസിനേക്കാൾ 42% കുറവാണ്. വിദേശത്ത് പഠിക്കുമ്പോൾ ട്യൂഷൻ ഫീസാണ് മിക്ക വിദ്യാർത്ഥികൾക്കും ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കുന്നത്. 2025-26 4 വർഷത്തെ ബിരുദ കോഴ്സിന് ട്യൂഷൻ ഫീസായി മാത്രം 1,12,27,888 രൂപ കൂടുതൽ ചെലവ് വരും. അതേസമയം 2 വർഷത്തെ ബിരുദാനന്തര ബിരുദ കോഴ്സിന് ശരാശരി 31,71,720 രൂപയിൽ താഴെയാണ് ചെലവ്. കാനഡയിലെ വിവിധ പ്രവിശ്യകളിൽ ട്യൂഷൻ ഫീസിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. പ്രോഗ്രാമിന്റെ രീതി, പഠന രീതി, സ്ഥാപനത്തിന്റെ ഘടന എന്നിവയെല്ലാം ട്യൂഷൻ ഫീസിനെ സ്വാധീനിക്കുന്നുണ്ട്. ഒന്റാരിയോ ആണ് വിദേശ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ചെലവേറിയ പ്രവിശ്യ. ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോർ, ന്യൂ ബ്രൻസ്വിക്, പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് എന്നിവയാണ് ഏറ്റവും കുറഞ്ഞ ചെലവുള്ള പ്രവിശ്യകൾ. 2025-26 അധ്യയന വർഷത്തിൽ ഒന്റാരിയോയിലെ ബിരുദ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീസ് 31,58,492 രൂപയാണ്. ബ്രിട്ടീഷ് കൊളംബിയയിൽ ഇത് 25,27,390 രൂപയാണ്. ക്യൂബക്കിൽ 23,850 രൂപയും ആൽബർട്ടയിൽ 22,12,124 രൂപയും സാസ്കാച്ചവാനിൽ 20,96,951 രൂപയും നോവാസ്കോഷ്യയിൽ 18,95,843 രൂപയും മാനിറ്റോബയിൽ 13,58,731 രൂപയുമാണ് ഫീസ്. ന്യൂ ബ്രൻസ്വിക്കിൽ 12,22,630 രൂപയും ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലബ്രഡോറിൽ 11,96,564 രൂപ എന്നിങ്ങനെയാണ് ബിരുദ ട്യൂഷൻ ഫീസ്. ബിരുദാനന്തര ബിരുദ ഫീസിലും സമാന വ്യത്യാസങ്ങളുണ്ട്. ഒന്റാരിയോയിൽ ഇത് 18,15,362 രൂപയാണ്. എന്നാൽ ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോറിൽ ഇത് 4,41,663 രൂപ മാത്രമാണ്. കാനഡയിലെ പഠന അനുമതി ലഭിച്ചവരിൽ 48 പേരും ഒന്റാരിയോയിലാണ് പഠിക്കുന്നത്. എങ്കിലും 2023 അപേക്ഷിച്ച് ഇത് 5% കുറവാണ്. ഒന്റാരിയോയിലെ ഉയർന്ന ഡിമാൻഡ് കാരണം അവിടുത്തെ ട്യൂഷൻ ഫീസ് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. ഒന്റാരിയോയിലെ ബിരുദ ട്യൂഷൻ ഫീസ് ബ്രിട്ടീഷ് കൊളംബിയയേക്കാൾ ഏകദേശം 25% കൂടുതലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോർ, ന്യൂ ബ്രോൺസ്വിക്, മാനിറ്റോബ എന്നിവിടങ്ങളിലെ ട്യൂഷൻ ഫീസ് ഒന്റാരിയോയുടെ പകുതിയിൽ താഴെയാണ്. ഇത് ഈ പ്രവിശ്യയിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ലാഭകരമായ ഓപ്ഷനുകളാണ്. കഴിഞ്ഞ 5 വർഷമായി കാനഡയിലെ എല്ലാ പ്രവിശ്യകളിലും ബിരുദ ട്യൂഷൻ ഫീസ് വർദ്ധിച്ചു വരുന്നുണ്ട്. ബിരുദാനന്തര ബിരുദ ഫീസും വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഓരോ പ്രദേശത്തും വ്യത്യസ്തമാണ്. 2021-22 ദേശീയ തലത്തിൽ ശരാശരി ബിരുദ ട്യൂഷൻ ഫീസ് 17,25,939 രൂപയായിരുന്നു. അത് 2025-26 ആയപ്പോഴേക്കും 22,12,124 രൂപയായി ഉയർന്നു. ബിരുദാനന്തര ബിരുദ ഫീസ് 9,60,60,574 രൂപയിൽ നിന്ന് 10,77,522 രൂപയായി വർദ്ധിച്ചു. 2025-26 എല്ലാ പ്രവിശ്യകളിലും ബിരുദ ട്യൂഷൻ ഫീസ് വർദ്ധിക്കുകയും ചെയ്തു. ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലബ്രഡോറിലെ ബിരുദാനന്തര ബിരുദ ഫീസ് മാറ്റമില്ലാതെ തുടരുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് ഒന്റാരിയോയുടെ ബിരുദാനന്തര ബിരുദ ഫീസിന്റെ 25% താഴെയാണ്. ന്യൂ ബ്രോൺസ്വിക്കിലും നോവാസ്കോഷ്യയിലും ബിരുദാനന്തര ബിരുദ ഫീസുകൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല. എന്നാൽ നോവാസ്കോഷ്യയിൽ ബിരുദ ഫീസ് വേഗത്തിൽ കൂടുകയും ന്യൂ ബ്രോൺസ്വിക്കിൽ ബിരുദാനന്തര ബിരുദ ഫീസ് കൂടുതൽ വേഗത്തിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ട്യൂഷൻ ഫീസ് കൂടാതെ താമസ ചെലവും വിദേശ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രധാന പ്രശ്നമാണ്. കാനഡയിലെ പ്രധാന നഗരങ്ങളിൽ വാടക നിരക്ക് കഴിഞ്ഞ വർഷത്തെങ്കിലും സ്ഥിരത കൈവരിച്ചെങ്കിലും വലിയ നഗരങ്ങളിലേക്ക് എത്തുമ്പോൾ ശരാശരി വാടക ഇപ്പോഴും കൂടുതലാണ്. വാൻകൂവറിലെ ഒരു ബെഡ്റൂം അപ്പാർട്ട്മെന്റിന്റെ ശരാശരി വാടക 1,50,941 രൂപയാണ്. ഇത് കാനഡയിലെ നഗരങ്ങളിൽ ഏറ്റവും ഉയർന്ന വിലയാണ്. ടൊറന്റോ, വിക്ടോറിയ, ഒട്ടാവ എന്നിവിടങ്ങളാണ് വാടക കൂടുതൽ. എന്നാൽ ടൊറന്റോയിലും വാൻകൂവറിലും വാടക നിരക്ക് ഏകദേശം 5% കുറഞ്ഞുവെന്നും റിപ്പോർട്ട്
റിപ്പോർട്ടുകളുണ്ട്. ഇത് വാടകയ്ക്ക് ലഭിക്കുന്ന വീടുകളുടെ എണ്ണം കൂടിയതുകൊണ്ടാണെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഒട്ടാവയിലും വിക്ടോറിയയിലും വാടക നിരക്ക് കഴിഞ്ഞ വർഷം മാറ്റമില്ലാതെ തുടർന്ന സാഹചര്യത്തിൽ റെജീന, സെന്റ് ജോൺ തുടങ്ങിയ ചെറുനഗരങ്ങളിൽ വാടക ഏകദേശം 10% വർദ്ധിക്കുകയും ചെയ്തു. സെന്റ് ജോൺസ്, വിന്നിപെഗ്, സാസ്കാഡൂൺ എന്നിവിടങ്ങളിൽ 5% വർധനവുണ്ടായി. കാൽഗറി, ഹാലിഫാക്സ്, കിച്ചനർ, വാട്ടർലൂ, കാംബ്രിഡ്ജ് എന്നിവിടങ്ങളിൽ വാടക ഏകദേശം 5% കുറഞ്ഞു. പ്രൈറീസ്, അറ്റ്ലാന്റിക് കാനഡ എന്നിവിടങ്ങളിൽ വാടക താങ്ങാവുന്നതാണ്. അവിടെ ഒരു ബെഡ്റൂം അപ്പാർട്ട്മെന്റിന്റെ പ്രതിമാസ വാടക സാധാരണയായി 82,447 രൂപയിൽ താഴെയാണ്. ക്യൂബെക്കിലെ ക്യൂബക് സിറ്റി, മോൺട്രിയൽ തുടങ്ങിയ നഗരങ്ങളിലും വാടക ദേശീയ ശരാശരിയേക്കാൾ കുറവാണ്. കാനഡയുടെ വിദ്യാർത്ഥി നയങ്ങളിലും മാറ്റങ്ങളിലും വിദേശ വിദ്യാർത്ഥികളെ ബാധിച്ചിട്ടുണ്ട്. 2024-ലും 2025-ലും ഏർപ്പെടുത്തിയ ഫെഡറൽ സ്റ്റുഡന്റ് ക്യാപ് പഠന അനുമതി ലഭിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കുകയും ചെയ്തു. കാനഡയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാമ്പത്തിക സഹായത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാനും സ്കോളർഷിപ്പുകൾ പ്രോത്സാഹിപ്പിക്കാനും ക്യാമ്പസിലെ ജോലികൾ കണ്ടെത്താനും വിദ്യാർത്ഥികളെ സഹായിക്കുന്നുണ്ട്. വിദേശ വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യങ്ങളെക്കുറിച്ചും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ നൽകാൻ സ്ഥാപനങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. തങ്ങളുടെ കോഴ്സുകളുടെ ദീർഘകാല മൂല്യം, തൊഴിൽ സാധ്യതകൾ, പഠനശേഷം ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ എന്നിവയെല്ലാം സ്ഥാപനങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട്.